ഹായ്, വെൽക്കം ടു AZB അക്കാഡമി. AZB അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനുരാജ്. അപ്പോൾ ഞാനിന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ SSCയിൽ വരാൻ പോകുന്ന, അല്ലെ ഇനി വിളിക്കാനായിട്ട് പോകുന്ന ഏറ്റവും എന്ന് വെച്ചാൽ എല്ലാവർക്കും അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാമിനെ കുറിച്ച് നിങ്ങളെ പരിചയപ്പെടുത്താനാണ്. അപ്പം ബാക്കിൽ കാണുന്നത് പോലെ തന്നെ ഏതാണ് നമ്മൾ MDSനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിൽ SSC ഓൾറെഡി പ്രിപ്പയർ ചെയ്ത MDS ഒക്കെ ഓൾറെഡി അറ്റംപ്റ്റ് ചെയ്തവരുണ്ടാവും. നമ്മളെന്താണ് പുതിയ പിള്ളേർക്ക് വേണ്ടിയിട്ട് അല്ലെ പുതുതായിട്ടുള്ള MDSനെ കുറിച്ച് കൂടുതൽ അറിയാൻ, അല്ലെ എന്ന് MDSൻ്റെ എക്സാമിന് വിളിക്കും, അതിൻ്റെ പ്രോസസ്സുകൾക്കൊക്കെ എത്ര ഡ്യൂറേഷൻ ഉണ്ടാവും, ഒരുപാട് വർഷങ്ങൾ എടുക്കുമോ ഈ ജോലി നമ്മൾ അപ്ലൈ ചെയ്ത് ജോലി കിട്ടാൻ എന്നുള്ള കാര്യങ്ങളെല്ലാം എന്താണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഇന്ന് ചർച്ച ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യമേ ബേസിക്കലി എന്താണ് MDS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ PSCയിൽ വിളിക്കുന്നത് പോലെ തന്നെ SSCയിൽ 10th ക്വാളിഫിക്കേഷനിൽ നമുക്ക് അയക്കാനായിട്ട് സാധിക്കുന്ന ഒരു എക്സാമിനേഷൻ. 10th ക്വാളിഫിക്കേഷനാണ് ഏത് MDS എക്സാമിന് വരുന്നത്. നമുക്ക് നോക്കാന്നാണ്ട് MDSന് യൂഷ്വലി നമുക്ക് ഏതൊക്കെ എക്സാം വിളിക്കാറുണ്ടെന്നറിയോ? നമുക്ക് MDS നോൺ ടെക്നിക്കൽ എന്ന് പറയുന്ന വിഭാഗം വിളിക്കും. MDS ഹവിൽദാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്ക് നമുക്ക് വിളിക്കാറുണ്ട്. ഈ ഹവിൽദാറിന് എന്താണ്? ഹവിൽദാറിന് നമുക്ക് ഫിസിക്കൽ വേണ്ടുന്ന പോസ്റ്റാണ്. പക്ഷേ MDSന് എന്താണ്? നമുക്ക് ഫിസിക്കലും കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് റിട്ടേൺ എക്സാം മാത്രമേ ഉള്ളൂ, ഒറ്റ ഷിഫ്റ്റ് എക്സാം മാത്രമേ ഉള്ളൂ. മീൻസ് നമുക്ക് പേപ്പർ 1 പേപ്പർ 2 എന്ന് വെച്ചാൽ 2 ഷിഫ്റ്റ് ഒന്നും വരുന്നില്ല, ഒറ്റ എക്സാം മാത്രമേ വരുന്നുള്ളൂ. ഏത്? നമ്മുടെ MDS എക്സാമിന് വേണ്ടിയിട്ട്. അതേപോലെ സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫ് ഉണ്ടായിരിക്കുന്നതാണ് ഏത്? MDSന്. നമുക്ക് നോക്കാം. 10ാം ക്ലാസ് മാത്രം മതി, ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നുമില്ല ഏതിന്? നമ്മുടെ ഇതിന്. അതേപോലെ വൈഡ് വേക്കൻസി റേഞ്ച് വരുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ജോലി ലക്ഷ്യം വെക്കുന്ന ആളാണെങ്കിൽ നമുക്ക് എന്താണ് ഉറപ്പായിട്ടും അത് കിട്ടുന്നതാണ്. ഓക്കെ, നമുക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ 10ാം ക്ലാസ് ആണ് പറഞ്ഞത്. ഏജ് ഏതാണ്? 18 to 25 നോർമൽ. ഏത്? നോൺ ടെക്നിക്കലിന്. ഹവിൽദാറിനാണ് 18 to 27. ഇത് SC/STക്കാണ് 5 കൊല്ലം, OBCക്കാണ് 3 കൊല്ലം. അതേപോലെ നമ്മുടെ കാസ്റ്റ് കാറ്റഗറി എല്ലാം കൂടെ വെച്ചിട്ട് നമുക്ക് എന്താണ്, നമുക്ക് എന്ത് തരുന്നുണ്ട്? റിലാക്സേഷൻ തരുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ നമ്മുടെ പ്രോസസ്സ് എന്തൊക്കെയാണ്? അതുകൊണ്ട് ആദ്യമേ നമ്മുടെ CBT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. ആദ്യം നമുക്കൊരു എക്സാം ഉണ്ട്. രണ്ടാമത് ഹവിൽദാറിന് മാത്രം എന്തുണ്ട്? നമുക്ക് ഫിസിക്കലുണ്ട്. അതേപോലെ പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലിയാണ്. പ്രോസസ്സ് വളരെ സിമ്പിളാണ്. ഓക്കെ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാന്നാണ്ട് എക്സാം പാറ്റേൺ. നമ്മുടെ എക്സാമിനകത്ത് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നോക്കാം. ഈ നമ്മൾ എഴുതുന്ന ഒരൊറ്റ എക്സാമിനകത്ത് നമ്മൾ എന്താണ് രണ്ടായിട്ട് തിരിക്കും. സെക്ഷൻ 1 എന്നും സെക്ഷൻ 2 എന്നും. ഈ സെക്ഷൻ 1-നകത്താണ് നമുക്ക് ഏത്? നമ്മുടെ മാത്സും റീസണിങ്ങും വരിക. എത്ര ചോദ്യം വെച്ച്? 20 ചോദ്യം വെച്ച്. എത്ര മാർക്ക്? 60. നമുക്ക് എത്ര? 120 മാർക്കിൽ എത്ര? 45 മിനിറ്റ് നമുക്കുണ്ടായിരിക്കും. ഇതിൽ നമുക്ക് എത്ര മതി? 12 ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 12 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കിയാൽ മതി. ഓക്കെ, ഈ 40-ൽ 12 ക്വസ്റ്റ്യൻ നമ്മൾ ശരിയാക്കിയാൽ മതി. നമ്മൾ എന്താവുന്നതായിരിക്കും എന്ന് വെച്ചാൽ 30% മാർക്ക് നമ്മൾ ക്വാളിഫൈ ചെയ്യുന്നതായിരിക്കും. 12 കൂടുതൽ എത്ര നിങ്ങൾ എഴുതിയാലും അത് നമ്മുടെ റാങ്കിൽ പരിഗണിക്കില്ല. ക്വാളിഫൈയിങ് നേച്ചർ മാത്രമേ ഉള്ളൂ. കൂടാണ്ട് സെക്ഷൻ 1-ന് നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരിക്കുന്നതല്ല. സെക്ഷൻ 2-ൻ്റെ കാര്യത്തിലേക്ക് വരാം. സെക്ഷൻ 2 എന്താണ്? അതിനകത്താണ് നമ്മുടെ GK കറണ്ട് അഫെയർ എല്ലാം വരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നത്. എത്ര ചോദ്യം വീതം? 25 ചോദ്യം വീതം ഉണ്ട്. 75, ഒരു ക്വസ്റ്റ്യന് 3 മാർക്ക് വെച്ച് 75 മാർക്ക് വെച്ച് 45 മിനിറ്റ് തന്നെയാണ് അതിനുള്ളത്. ഓക്കെ, നമ്മുടെ എന്താണ് നെഗറ്റീവ് മാർക്കിംഗ്? സെക്ഷൻ 2-ന് എന്താണ്? ഓരോ തെറ്റിനും -1 പോകുന്നതായിരിക്കും, ഓരോ ശരിക്കും 3 കിട്ടുന്നതായിരിക്കും. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സാലറി? ഞാൻ ഇതിനകത്ത് 18 to 22 എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, 22. അതെല്ലാം എന്താണ്? നമ്മളുടെ പേപ്പറിലുള്ള പൈസയാണ്. ഇൻ ഹാൻഡ് വരുമ്പോൾ ഇപ്പം തന്നെ നല്ല സാലറി ഉണ്ട്. നമ്മളുടെ 8th പേ കമ്മീഷനും കൂടെ വന്ന് കഴിയുമ്പോൾ 50,000 രൂപയ്ക്ക് അടുത്തായിരിക്കും നിങ്ങളുടെ MDSൻ്റെ സാലറി വരാനായിട്ട് പോകുന്നത്. ഓക്കെ, 50,000 രൂപയ്ക്ക് അടുത്താണ് MDSൻ്റെ സാലറി വരാനായിട്ട് പോകുന്നത്. പേ കമ്മീഷൻ എന്ന് വരും ഉറപ്പായിട്ടും 2028 അവസാന കാലഘട്ടങ്ങളിലേക്ക്. കാരണം അതിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠിക്കാൻ വേണ്ടിയിട്ട് കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവർ റിപ്പോർട്ട് കൊടുത്ത് റിപ്പോർട്ട് സർക്കാർ അംഗീകരിക്കുമ്പോഴത്തേക്ക് എന്താണ് നിങ്ങളുടെ അടുത്ത പേ കമ്മീഷൻ ഉറപ്പായിട്ടും വന്നിരിക്കും. ഇനി വേക്കൻസികളുടെ ഒരു ട്രെൻഡ് നോക്കാം. 2015 മുതൽ 25 വരെ 19 മുതൽ 19 എത്ര? 7099. അത് കുറഞ്ഞ് 3900 വീണ്ടും 7000 വീണ്ടും 1000 വീണ്ടും 11,000 11,000 വീണ്ടും 7000. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ വട്ടം എന്താണ്? ഈ വട്ടവും നമ്മൾ കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ട്രെൻഡ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ.
കട്ട് ഓഫിൻ്റെ ഒരു ട്രെൻഡ് ഇതാണ്ട് നമ്മളുടെ 2022 കട്ട് ഓഫ് നമുക്ക് ഓരോ സ്റ്റേറ്റിനും കട്ട് ഓഫ് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇതിന് നാഷണൽ വൈഡ് ഒറ്റ കട്ട് ഓഫ് അല്ല, നമുക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്താ പ്രയോറിറ്റി കൊടുക്കുക. അപ്പോൾ ഓരോ സ്റ്റേറ്റുകൾക്കും അനുസരിച്ചാണ് എന്ത് വരുന്നത് കട്ട് ഓഫ് വരുന്നത്. നമ്മൾ ആ കട്ട് ഓഫ് ഇൻക്ലൂഡഡ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് ജോലി ചെയ്യാനായിട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, ഇത് കണ്ടോ കർണാടകയിലൊക്കെ 125 ഉള്ളു, എത്ര 150. ഓക്കെ, അത് നോക്കാം. നമ്മുടെ ഇപ്പം നടന്ന ഹവിൽദാറിൻ്റെ ഇപ്പം ഔട്ടായതേ ഉള്ളൂ. അതിൻ്റെ കട്ട് ഓഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണ് സെക്ഷൻ 2ൻ്റെ കട്ട് ഓഫ് എല്ലാം എന്താണ് 140 അടുത്താണ് എന്ത് കട്ട് ഓഫ് വരുന്നത്. 150 കാര്യമാണ് ഞാൻ പറയുന്നത്, 150 കാര്യമാണ്. പിന്നെയും കുറവുള്ളത് ഏതാണ്? നമ്മുടെ ചെന്നൈ, കൊൽക്കത്ത, ബാംഗ്ലൂർ എന്നൊക്കെയുള്ള സ്ഥലത്താണ് എന്ത് കട്ട് ഓഫ് കുറച്ച് കുറവുള്ളത്. എന്നാൽ കട്ട് ഓഫ് 140 വരുന്ന നമ്മുടെ ഡൽഹി പോലുള്ള സ്ഥലങ്ങളിൽ എന്താണ് 140 നമ്മുടെ കട്ട് ഓഫ് വരുന്നത്, 150 ഓർക്കണം. ഓക്കെ, ഞാനിത് പറഞ്ഞത് കോമ്പറ്റീഷൻ ഉണ്ട്, എന്നാൽ നമുക്ക് സൗത്തിലേക്ക് വരുന്തോറും എന്താണ് കോമ്പറ്റീഷൻ കുറച്ച് കുറവാണ്. നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനും എന്താണ് അത്ര ലെവലുള്ള ക്വസ്റ്റ്യൻസ് അല്ല, നമുക്ക് ക്വസ്റ്റ്യൻസ് എളുപ്പമാണ്. അതുകൊണ്ടാണ് എന്ത് കട്ട് ഓഫ് കൂടാനൊരു കാരണം കേട്ടോ. ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് സിലബസ് നന്നായിട്ട് കവർ ചെയ്താൽ മതി. ഇനി ഒരു കൊല്ലം 2015 എക്സാം സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ ജൂണിൽ വിളിച്ചു, ജൂലൈയിൽ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി, നമ്മുടെ എന്താണ് കറക്ഷൻ വിൻഡോസ് എല്ലാം വന്നു. നമ്മുടെ CBT എന്ന് ജൂണിൽ വിളിച്ച് ജൂലൈയിൽ നമ്മൾ പ്രോസസ്സ് കഴിഞ്ഞ സാധനത്തിൻ്റെ സെപ്റ്റംബർ ഒക്ടോബറിൽ എന്ത് നടന്നു, ഇതിൻ്റെ എക്സാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെപ്റ്റംബർ ഒക്ടോബറിൽ. ഇപ്പോൾ ഇതിന് എന്ത് നടന്നുകൊണ്ടിരിക്കുക, റിസൾട്ട് വന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ പ്രോസസ്സ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഹവിൽദാറിൻ്റെ SSCയുടെ MDSൻ്റെ ഇനിയും വരാനായിട്ടുണ്ട് എന്ന് ഓർക്കുക. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് SSCയുടെ 2026-27 എന്ന് വെച്ചാൽ നിലവിലെ കലണ്ടർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഏതാണ് അതാണ്ട് ഈ സ്റ്റേജ് വരെയുള്ള സംഭവങ്ങൾ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് നമ്മുടെ ഇപ്പോൾ അടുത്തിറങ്ങിയ എന്താണ് ഇപ്പോൾ അടുത്തിറങ്ങിയ ഒരു നോട്ടീസാണ്. ഇതിനകത്ത് പറയുന്ന കാര്യം നോക്കിയാൽ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെയും സ്റ്റെനോഗ്രാഫറിൻ്റെയും എക്സാം ഡേറ്റ് ഇതാ നമുക്ക് അനൗൺസ് ആയിട്ടുണ്ട്. എന്നാണ് സെപ്റ്റംബറിലേക്കാണ് നമുക്ക് എന്ത് ഇതാണ് വന്ന നോട്ടീസ്, സെപ്റ്റംബറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിനകത്തുള്ള സ്റ്റെനോഗ്രാഫറിൻ്റെയും ഹിന്ദി ട്രാൻസ്ലേറ്ററിൻ്റെയും നടക്കേണ്ടിരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ തന്നെയാണ്, സെപ്റ്റംബറിലേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെയാണ് MDS ജൂൺ ജൂലൈയിൽ വിളിക്കേണ്ടതായിരുന്നു. അതിനിപ്പോൾ എങ്ങോട്ട് പോകും, ഞാൻ ഈ മാസം തന്നെ സെപ്റ്റംബറിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. ഈ മാസം വിളിച്ചതിന് ശേഷം അതനുസരിച്ച് ബാക്കി കാര്യങ്ങൾ നീണ്ട് പോകാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് MDS ഈ മാസം ഉറപ്പായിട്ട് എന്നേ വിളിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ ഈ മാസം ഉറപ്പായിട്ടും അല്ലേ 90% നമുക്ക് ഈ മാസം തന്നെ എന്ത് ചെയ്യാം പ്രതീക്ഷിക്കാം. കാരണം അതിന് മുമ്പുള്ള എക്സാമുകളെല്ലാം എന്താണ് ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും MDSൻ്റെ കോട്ടയാണ് എന്ത് അടുത്തത്. ഓക്കെ, അപ്പം ഞാനിത് പറയാൻ വിചാരിച്ചത് നമ്മളുടെ മുമ്പിൽ എന്തുണ്ട്, നമ്മുടെ മുമ്പിലൊരു നല്ല ചാൻസ് കിടപ്പുണ്ട്. നമ്മൾ ആ ചാൻസ് ഒരിക്കലും വിട്ട് കളയാനായിട്ട് ശ്രമിക്കരുത്. ഒരു കേന്ദ്ര സർക്കാർ ഒരു ജോലി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുക. നമ്മുടെ ഇംഗ്ലീഷെല്ലാം പക്കയാക്കുക. നമുക്ക് GK ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കുക. നമുക്ക് ഇന്നേ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, നമ്മുടെ ഇംഗ്ലീഷ് ഇച്ചിരി സ്ട്രോങ് ആണ്. കാരണം മാത്സ് ഒക്കെ പാടായിട്ടുള്ളവർക്ക് എന്താണ്, എനിക്ക് മാത്സ് കുറച്ച് പാടാണ്, അതുകൊണ്ട് എനിക്ക് കേന്ദ്ര സർക്കാർ ജോലികളൊന്നും കിട്ടാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും. കാരണം മാത്സിൻ്റെ കട്ട് ഓഫ് കൂടുതലല്ലേ. പക്ഷേ ഇവിടെ അങ്ങനല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ജോലിയാണ്. ഇവിടുന്ന് കയറി നിങ്ങൾക്ക് എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ എക്സാം എഴുതി നിങ്ങൾക്ക് ഹയർ പോസ്റ്റുകളിലേക്ക് പോകാനും സാധിക്കും. അപ്പം നമ്മൾ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് MDSന് വേണ്ടിയിട്ട് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, MDSനെ കുറിച്ചുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിന് താഴെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഡ്രൈവ് ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് ഗൂഗിൾ ഷീറ്റിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടായിരിക്കും. അതിനകത്ത് കയറി നിങ്ങളുടെ ഡൗട്ടുകൾ അപ്ഡേറ്റ് ചെയ്യുക. നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എന്തെങ്കിലും കാര്യങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ നമ്പറിലേക്ക് ഒന്ന് വിളിക്കുക. സിസ്റ്റമാറ്റിക്കായിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ കൊടുക്കുന്ന കോഴ്സാണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, വിശ്വസിച്ച് നമ്മുടെ കോഴ്സ് എടുക്കാവുന്നതാണ്. ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ ടീമിനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അപ്ഡേറ്റും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.